Hello, my dear students, my dear children. Welcome to my channel at Social Science Tutor channel. We are starting part 2 video of our chapter 1 Weather and Climate. പ്രിയപ്പെട്ട കുട്ടികളെ 10ാം ക്ലാസ്സുകാരുടെ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ആണ്, സെക്കൻഡ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ, ഈ ചാപ്റ്ററിൻ്റെ വാട്ട് ആർ ദി എലമെൻറ്റ്സ് ഓഫ് വെതർ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. എലമെൻറ്റ്സ് ഓഫ് വെതറിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറിനെ പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ് മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ. നമുക്കറിയാം ടെമ്പറേച്ചർ, ഇൻസുലേഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇൻസുലേഷൻ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നില്ലെന്നും ടെറസ്ട്രിയൽ റേഡിയേഷനാണ് അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നതെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇൻസുലേഷൻ ഷോർട്ട് വേവ്സ് ആയതുകൊണ്ട് ഷോർട്ട് വേവ്സിന് അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നാൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ ലോങ് വേവ്സ് ആയതുകൊണ്ട് തന്നെ ലോങ് വേവ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് പല പ്രോസസ്സിലൂടെയാണെന്ന് നമ്മൾ കണ്ടു. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. ഫസ്റ്റ് വീഡിയോയിൽ ഹീറ്റ് ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഹീറ്റ് ബഡ്ജറ്റ് സാധാരണ നമ്മുടെ ബഡ്ജറ്റ് പോലെ തന്നെ, നമ്മുടെ സാമ്പത്തിക രേഖയായ ബഡ്ജറ്റ് പോലെ ഒരു ബാലൻസിങ് ആണ് അവിടെ സംഭവിക്കുക. എന്താണ് ഇവിടുത്തെ ബാലൻസിങ്? ഹീറ്റ് ബാലൻസിങ് ആണ് സംഭവിക്കുക. ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും അതിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുക. അവിടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അതിൻ്റെ എമൗണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ടെമ്പറേച്ചറിനെ കാർബൺ ഡൈ ഓക്സൈഡ് ഹോൾഡ് ചെയ്യും. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതിനെ നമ്മൾ എന്ത് പേര് പറയുന്നു? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ ആ വീഡിയോ നിങ്ങൾക്ക് അത് വ്യൂ ചെയ്യാനായിട്ട് ലഭ്യമാണ്. എല്ലാവരും അത് കാണുക. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ് മാക്സിമം ടെമ്പറേച്ചർ, എന്താണ് മിനിമം ടെമ്പറേച്ചർ, ഏത് സമയത്താണ് ടെമ്പറേച്ചർ മാക്സിമം ആവുക, ഏത് സമയത്താണ് ടെമ്പറേച്ചർ മിനിമം ആവുക. നമുക്കറിയാം ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമുക്കറിയാം തെർമോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട് അല്ലേ. തെർമോമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. എന്നാൽ മാക്സിമം മിനിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമുക്ക് സെപ്പറേറ്റ് ഒരു മെഷീൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു അപ്പാരറ്റസ് ഉണ്ട്. അതാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഓക്കെ, അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ നമുക്കറിയാം അറ്റ് ദ മോർണിംഗ് ടു ദ ഈവനിങ് or from daytime to the night time, the temperature of a particular place varies, okay, according to the position of the sun. അപ്പോൾ സണ്ണിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഓരോ പ്രദേശത്തിൻ്റെയും ടെമ്പറേച്ചർ വേരി ചെയ്തുകൊണ്ടിരിക്കും, അത് മാറിക്കൊണ്ടേയിരിക്കും. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തെ ടെമ്പറേച്ചർ അല്ല 11 മണിയാകുമ്പോൾ, ആ ടെമ്പറേച്ചർ അല്ല നൂൺ ടൈമിൽ, ആ ടെമ്പറേച്ചർ അല്ല 2 PM, ആ ടെമ്പറേച്ചർ അല്ല നമ്മുടെ ഈവനിങ് ടൈമ്, വീണ്ടും ടെമ്പറേച്ചർ ലോ ആകുന്ന സമയമാണ് നൈറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അത് ടൈം അനുസരിച്ചും സണ്ണിൻ്റെ പൊസിഷൻ അനുസരിച്ചും വേരി ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് സീസൺ അനുസരിച്ചും വേരി ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് അതിൻ്റെ പിന്നിലുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു പ്രദേശത്തിൻ്റെ ടെമ്പറേച്ചർ അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും അത് കോൺസ്റ്റൻ്റ് അല്ല, പെർമനൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഏത് സമയത്താണ് ഈ മാക്സിമം ടെമ്പറേച്ചർ ഉണ്ടാവുക, ഏത് സമയത്താണ് മിനിമം ടെമ്പറേച്ചർ ഉണ്ടാവുക നമുക്ക് പഠിക്കാം. ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് അറ്റ് 2 PM ഈസ് കൺസിഡേർഡ് ആസ് ദ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ. അപ്പോൾ ഒരു ഡേയുടെ ഏറ്റവും മാക്സിമം ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്ന സമയമാണ് 2 PM. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? ആസ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് ത്രൂ വേരിയസ് പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് റേഡിയേഷൻ. പല ഹീറ്റ് പ്രോസസ്സിലൂടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് എന്ത് ചെയ്യുന്നു? അത് സ്പ്രെഡ് ആകുന്നു.
it takes more time for the atmosphere to get heated up than the time taken for the earth's surface. എർത്തിൻ്റെ സർഫസ് ഹീറ്റ് ചെയ്യുന്ന ഇൻസുലേഷനിലൂടെ എർത്തിൻ്റെ സർഫസ് ഹീറ്റ് ചെയ്യുന്നു. ആ ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് പല പ്രോസസ്സിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുക. അതിന് ലോങ് ടൈം എടുക്കും, അതിന് മോർ ടൈം എടുക്കും. അപ്പോൾ എർത്തിൻ്റെ സർഫസ് ഇൻസുലേഷനിലൂടെ ഹീറ്റ് ആകുന്ന അതേ സമയത്ത് അറ്റ്മോസ്ഫിയറും ഹീറ്റ് ആകുന്നില്ല. പകരം എർത്തിൻ്റെ സർഫസിൽ നിന്നുള്ള ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ പല പ്രോസസ്സസ് ആവശ്യമാണ്. ആ പ്രോസസ്സസ് കംപ്ലീറ്റ് ആകാൻ ഇറ്റ് ടേക്സ് ടൈം, more time. It will take more time. So the temperature recorded as 2 PM is considered as the maximum temperature of the day. അപ്പോൾ ഏകദേശം അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 2 PM ആകുന്ന സമയം വരെ ഈ ടെമ്പറേച്ചർ ഇങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. 2 PM ആകുമ്പോൾ അതിൻ്റെ മാക്സിമം എത്തും. ഇനി നമുക്ക് മിനിമം എപ്പോഴാണെന്ന് നോക്കാം. ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് ജസ്റ്റ് ബിഫോർ ദ സൺറൈസ് ഈസ് കൺസിഡേർഡ് ആസ് ദ മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ. അപ്പോൾ സൺറൈസിന് ജസ്റ്റ് ബിഫോർ, അപ്പോൾ ഏതായിരിക്കും സമയം? ഒരു 5:30 to 6 AM അല്ലേ? ഒരു 5:30 തൊട്ട് 6 മണി വരെയുള്ള രാവിലെ ഉള്ള സമയമാണ് AM. 5:30 to 6 AM. So the time, the temperature recorded just before the sunrise is considered as the minimum temperature of the day. കാരണം എന്താണ്? 2 PM മാക്സിമം ടെമ്പറേച്ചർ എത്തി, പിന്നീട് ടെമ്പറേച്ചർ ലോ ആയി രാത്രി എത്തുമ്പോൾ വീണ്ടും ലോ ആവുന്നു. അങ്ങനെ ലോ ആയി അതിൻ്റെ മിനിമം ടെമ്പറേച്ചറിലേക്ക് അത് വരണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ എത്ര മണിയാവും? 6 AM. 5:30 to 6 AM. ഒരു just before the sunrise. Okay, the earth's surface as well as the atmosphere get cooled by more energy lost through terrestrial radiation during the night. അപ്പോൾ ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെ നൈറ്റിൽ കൂടുതൽ ഹീറ്റ് റേഡിയേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടും കൂളായി അതിൻ്റെ മിനിമം ടെമ്പറേച്ചറിലേക്ക് എത്തുന്നത് ജസ്റ്റ് ബിഫോർ ദ സൺറൈസ്. ഓക്കെ, അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ 2 PM, മിനിമം ടെമ്പറേച്ചർ ജസ്റ്റ് ബിഫോർ ദ സൺറൈസ്. ഇത് രണ്ടിൻ്റെയും കാരണം എന്താണ്? ദ അറ്റ്മോസ്ഫിയർ ടേക്സ് ടൈം ടു കൂൾ ഡൗൺ, ദ അറ്റ്മോസ്ഫിയർ ടേക്സ് ടൈം ടു ഹീറ്റഡ് അപ്പ്. ഓക്കെ, ദെൻ മാക്സിമം മിനിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള സ്പെഷ്യൽ പാരറ്റസ് ആണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഇതിൽ നമുക്ക് നേരിട്ട് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ടെമ്പറേച്ചറും മെഷർ ചെയ്യുന്നത് സാധാരണ കോമൺ തെർമോമീറ്റർ ഉപയോഗിച്ചാണ്. എന്നാൽ മാക്സിമം മിനിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഓക്കെ, ഇനി ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്, അത് ഫാരൻഹീറ്റ് ആണ്. ഈ ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് അനുസരിച്ച് വാട്ടർ മെൽറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 32 ഡിഗ്രിയാണ്. നമുക്കറിയാം നമ്മുടെ ഡിഗ്രി സെൽഷ്യസിൽ പറഞ്ഞാൽ അത് 0 ഡിഗ്രിയിലാണ് വാട്ടർ ഇതാകുന്നത്, ഐസ് ആകുന്നത് 0 ഡിഗ്രി അല്ലേ. എന്നാൽ അത് ഫാരൻഹീറ്റിൽ പറയുമ്പോൾ അത് 32 ഡിഗ്രിയാണ്. ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫാരൻഹീറ്റിൽ 32 ഡിഗ്രിയിൽ വെള്ളം ഐസായിട്ട് ഉറയ്ക്കും. എന്നാൽ വെള്ളം ബോയിൽ ചെയ്യാനായിട്ട് ഫാരൻഹീറ്റിൽ 212 ഡിഗ്രി വേണം. 212 ഡിഗ്രി. എന്നാൽ നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ബോയിൽ ചെയ്യാൻ എത്ര ഡിഗ്രി സെൽഷ്യസ് മതി? 100 ഡിഗ്രി സെൽഷ്യസ് മതി. ഓക്കെ, 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം ബോയിൽ ചെയ്യുന്നത്. ഫാരൻഹീറ്റിൽ പറയുമ്പോൾ അതെങ്ങനെ വരും? 212 എന്ന് വരും. ഇതൊന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട, നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സാധാരണഗതിയിൽ ടെമ്പറേച്ചർ നമ്മൾ അതിൻ്റെ യൂണിറ്റ് പറയുന്നത്. എന്നാൽ ഫാരൻഹീറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ 2 വേർഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഹീറ്റ് എന്നുള്ള വേർഡും ടെമ്പറേച്ചർ എന്നുള്ള വേർഡും ഉപയോഗിക്കാറുണ്ട്.
എന്താണ് ഈ ഹീറ്റ്, എന്താണ് ഈ ടെമ്പറേച്ചർ? നോക്കിക്കേ, ടോട്ടൽ എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡ്യൂ ടു മോളിക്കുലർ മൂവ്മെൻറ്റ് ഈസ് ടേംഡ് ആസ് ഹീറ്റ്. അപ്പോൾ ചൂട് പിടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മോളിക്കുലർ മൂവ്മെൻറ്റ് കൊണ്ട്, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ടോട്ടൽ എനർജിയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുക. അവിടെ എനർജിയാണ് ഹീറ്റ്. എന്നാൽ ടെമ്പറേച്ചർ എന്താണ്? ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. ആ ഒബ്ജക്റ്റ് എത്ര ഡിഗ്രി ഹോട്ടിലേക്ക് വന്നു എന്നതിൻ്റെ ആ ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. എത്ര ഹോട്ട്നെസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഡിഗ്രിയാണ് അതിൻ്റെ ടെമ്പറേച്ചർ. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് പറയുക? ഡിഗ്രി സെൽഷ്യസിലാണ് പറയുക. എന്നാൽ ഈ ഹോട്ട് എന്നുള്ള സംഭവം നമ്മൾ എങ്ങനെയാണ് പറയുക? ഹീറ്റ് അത് ജൂൾ ഉപയോഗിച്ചാണ് പറയുക. ജൂൾ. ഇതൊക്കെ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിൽ നിങ്ങളിതൊക്കെ പഠിക്കുമ്പോൾ ഈ വേർഡ്സ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞതേ ഉള്ളൂ. ഫാരൻഹീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹീറ്റും അതുപോലെ ടെമ്പറേച്ചറും ഉണ്ട്. ഹീറ്റ് ജൂളിൽ അളക്കുമ്പോൾ ടെമ്പറേച്ചറ് ഡിഗ്രി സെൽഷ്യസിലാണ് അളക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മോർ റീഡിങ്ങിന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഇനി നമ്മൾ പുതിയ 2 കീ വേർഡ്സ് പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കീ വേർഡ് എന്ന് പറയുന്നത് ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള അതെന്താണ്, എങ്ങനെയാണത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ദ മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ. അപ്പോൾ ഒരു ഡേയുടെ ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ. വെരി സിമ്പിൾ. ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് കോൾഡ് ദ ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് ഡേ. അപ്പോൾ ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഓരോ ഡേയ്ക്കും സെപ്പറേറ്റ് ആയിരിക്കും. കാരണം എന്താണ്? ഓരോ ഡേയിലും ഉണ്ടാകുന്ന മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും സെയിം ആയിരിക്കണമെന്നില്ല. ഓരോ ഡേയ്ക്കും അതിൻ്റേതായ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കാണും. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? മാക്സിമം മിനിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന മാക്സിമം മിനിമം ടെമ്പറേച്ചർ തെർമോമീറ്റർ ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുലയിലേക്ക് വന്നേ. ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈക്വൽസ് മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. മാക്സിമം ടെമ്പറേച്ചറിൽ നിന്നും മിനിമം ടെമ്പറേച്ചർ മൈനസ് ചെയ്യുമ്പോൾ, ഡിഡക്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കിട്ടുന്നു. അപ്പോൾ ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എല്ലാ ദിവസവും ഒന്ന് തന്നെ ആയിരിക്കുമോ? നോ, ഓരോ ദിവസവും ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഫൈൻഡ് ദ ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ where the maximum temperature is 38 degrees Celsius and minimum temperature is 28 degrees Celsius. മാക്സിമം ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസും മിനിമം ടെമ്പറേച്ചർ 28 ഡിഗ്രി സെൽഷ്യസുമുള്ള ഒരു ദിവസത്തിൻ്റെ ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. വെരി സിമ്പിൾ. യു ഹാവ് ടു മൈനസ്. ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈക്വൽസ് 38 മൈനസ് 28. ദാറ്റ് മീൻസ് 10 ഡിഗ്രി സെൽഷ്യസ്. 10 ഡിഗ്രി ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് ആ പർട്ടിക്കുലർ ഡേയിൽ. കാരണം 38ഉം 28ഉം, അപ്പോൾ 10 ഡിഗ്രിയുടെ വ്യത്യാസം. 38 മൈനസ് 28. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ. അടുത്ത കീവേഡിലേക്ക് നമുക്ക് വരാം. ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഓരോ ദിവസത്തെയും മീൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആവറേജ് കണ്ടുപിടിക്കുക എന്നാണ്. ആവറേജ്. ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് കോൾഡ് ദ ഡെയിലി മീൻ ടെമ്പറേച്ചർ. അപ്പോൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചർ. മാക്സിമവും അല്ല മിനിമവും അല്ല, നമ്മൾ എന്ത് കാണണം? ആവറേജ്. ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ ഡേ ഈസ് കോൾഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഇനി എങ്ങനെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുക? അതിൻ്റെ ഫോർമുല എന്താണ്? ഡെയിലി മീൻ ടെമ്പറേച്ചർ ഈക്വൽസ് മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. മാക്സിമം ടെമ്പറേച്ചറിനെ മിനിമം ടെമ്പറേച്ചർ കൊണ്ട് ആഡ് ചെയ്തിട്ട് ആ ടോട്ടൽ എമൗണ്ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയേ ചെയ്യാവുള്ളൂ. മാക്സിമം ടെമ്പറേച്ചറിനെ മിനിമം ടെമ്പറേച്ചർ കൊണ്ട് ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ടോട്ടൽ കിട്ടും. ആ ടോട്ടലിനെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ ഹാഫ് കാണണം, അതിൻ്റെ പകുതി കാണണം. അത്രേ ഉള്ളൂ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി. സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. കാൽക്കുലേറ്റ് ഡെയിലി മീൻ ടെമ്പറേച്ചർ ഇഫ് maximum temperature is 36 degrees Celsius
and minimum temperature is 28 degrees Celsius. മാക്സിമം ടെമ്പറേച്ചർ 36 ഡിഗ്രിയും മിനിമം ടെമ്പറേച്ചർ 28 ഡിഗ്രിയുമുള്ള ഒരു ദിവസത്തെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എത്രയാണ്? മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ മാത്തമാറ്റിക്സിൽ? അതെല്ലാം ആവറേജാണ് കേട്ടോ, ആവറേജാണ്. ഇത് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ആദ്യം കാണുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഇവിടെ മാക്സിമം ടെമ്പറേച്ചർ മിനിമം ടെമ്പറേച്ചർ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 64 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 32 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആ ദിവസത്തെ ഒരു ആവറേജ് ടെമ്പറേച്ചർ 32 ആയിരുന്നു. ഓക്കെ, 32. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, എന്താണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ. ഇറ്റ് ഈസ് ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ. ഇനി നമുക്ക് മറ്റൊരു കാര്യം പഠിക്കാം, ഐസോതേർംസ്. ഐസോതേർംസ് നമുക്കറിയാം, നമ്മുടെ ഗ്ലോബിൽ ധാരാളം പ്രദേശങ്ങളുണ്ട് അല്ലേ? ഗ്ലോബ് മുഴുവൻ പ്രദേശങ്ങളാണ്. അത് ഓഷ്യനാകാം, ലാൻഡ് മാസ് ആകാം. ഓഷ്യൻ ആണെങ്കിലും ലാൻഡ് മാസ് ആണെങ്കിലും നമുക്കതിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം അല്ലേ? ടെമ്പറേച്ചർ മെഷർ ചെയ്ത് നമുക്കൊരു മാപ്പ് എടുത്ത് നമ്മുടെ ഗ്ലോബിൻ്റെ എന്താണ് വേൾഡ് മാപ്പിനകത്ത് ഓഷ്യൻ ഭാഗത്തും ലാൻഡ് മാസ് ഭാഗത്തും എല്ലാം നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് അവിടെ എഴുതി വെക്കുന്നു, ടെമ്പറേച്ചർ എഴുതി വെക്കുന്നു. എന്നിട്ട് നമ്മൾ നോക്കുന്നു ഒരേ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളുണ്ടോ? അപ്പോൾ ഉണ്ട്, ഒരേ ടെമ്പറേച്ചർ. ഇപ്പം നമുക്കൊരു എക്സാമ്പിളായിട്ട് 32 എടുക്കാം, ഒരു ഒരു ടെമ്പറേച്ചർ എടുക്കാം, ഒരു ആവറേജ് ടെമ്പറേച്ചർ നമുക്ക് എടുക്കാം 32 ഡിഗ്രി മെഷർ ചെയ്ത ഈ വേൾഡ് മാപ്പിലെ അനേക സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും, അനേക സ്ഥലങ്ങൾ കാണാൻ പറ്റും. ആ സ്ഥലങ്ങളെ നമുക്ക് കണക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മാപ്പിൽ നമുക്ക് സ്മൂത്ത് ലൈൻസ് വരയ്ക്കാൻ പറ്റും അല്ലേ? ആ 32 ഉള്ള സ്ഥലങ്ങളെ എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്മൂത്ത് കേർവ് വരയ്ക്കുന്നു. ഈ കേർവിന് വിളിക്കുന്ന പേരാണ് ഐസോതേർംസ്. തേം എന്ന വാക്കിൻ്റെ എന്തിൽ നിന്ന് വന്നതാണ്? ടെമ്പറേച്ചർ എന്നുള്ള വാക്കിൽ നിന്നാണ് തേം. ഐസോ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഒരേ, സെയിം എന്നുള്ള അർത്ഥമാണ് ഐസോ. ഐസോതേർംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇമാജിനറി ലൈൻസ് ആണ്. അങ്ങനെയുള്ള ലൈൻസ് ഒന്നും എവിടെ ഇല്ല, നാച്ചുറലി നമ്മുടെ എർത്തിലില്ല. പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്? നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി നമ്മുടെ സയൻറ്റിസ്റ്റുകളെ നമ്മുടെ മാപ്പിൽ ഇങ്ങനെയുള്ള സ്മൂത്ത് കേർവുകൾ വരയ്ക്കുന്നു. ദേ ആർ ഇമാജിനറി ലൈൻസ്. ഓക്കെ, നമ്മൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ ഇമാജിനറി ലൈൻസ് ആണ്. അതുപോലെ തന്നെയുള്ള ഇമാജിനറി ലൈൻസ് ആണ് ഐസോതേർംസും. ഒരേ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന സ്മൂത്ത് കേർവ്ഡ് ലൈൻസ് ആണിവ. നമുക്കൊന്ന് പഠിക്കാം. പ്ലോട്ടിംഗ് ദ ടെമ്പറേച്ചർ അറ്റ് എ സ്പെസിഫിക് പ്ലേസസ്, സ്മൂത്ത് കേർവ്ഡ് ലൈൻസ് ആർ ഡ്രോൺ കണക്റ്റിംഗ് ദ പ്ലേസസ് ഹാവിംഗ് ഈക്വൽ ടെമ്പറേച്ചർ. കണ്ടോ, കണക്റ്റിംഗ് ദ പ്ലേസസ് ഹാവിംഗ് ഈക്വൽ ടെമ്പറേച്ചർ. സോ ദേ ആർ സ്മൂത്ത് കേർവ്ഡ് ലൈൻസ്. ഐസോതേർംസ് ആർ ഇമാജിനറി. നമുക്ക് അതുകൂടി കൂട്ടാം. നമുക്കിതിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് പറഞ്ഞാൽ എങ്ങനെ പറയാം? ദീസ് ആർ ഇമാജിനറി സ്മൂത്ത് കേർവ്ഡ് ലൈൻസ് ഡ്രോൺ കണക്റ്റിംഗ് ദ പ്ലേസസ് ഹാവിംഗ് ഈക്വൽ ടെമ്പറേച്ചർ. അപ്പോൾ കറക്റ്റായി. അതിലൊരു ഡെഫിനിഷൻ പോലെ നമുക്ക് അങ്ങനെ എഴുതാം. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ 3 പോയിന്റ്സ് ആയിട്ട് എഴുതുക. എങ്ങനെ എഴുതണം? പ്ലോട്ടിംഗ് ദ ടെമ്പറേച്ചർ അറ്റ് എ സ്പെസിഫിക് പ്ലേസസ്, സ്മൂത്ത് കേർവ്ഡ് ലൈൻസ് ആർ ഡ്രോൺ connecting the places having equal temperature. These are imaginary lines and called isotherms. Isotherms are very useful for annual temperature distribution, analyzing the temperature distribution. അപ്പോൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നമ്മുടെ ഗ്ലോബിൽ, എങ്ങനെയാണ് നമ്മുടെ എർത്തിൽ എന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യുന്ന ആളുകളും ഏറ്റവും കൂടുതൽ എടുക്കുന്ന കാര്യമാണ് ഐസോതേർംസ്. Isotherms are very useful for analyzing temperature distribution. നോർത്തേൺ ഹെമിസ്ഫിയറിൽ, സൗത്തേൺ ഹെമിസ്ഫിയറിൽ എവിടെയാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, ഏത് രീതിയിലാണ് അല്ലേ, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സംഭവമാണ് ഈ ഐസോതേർംസ്. ദേ ആർ ഇമാജിനറി സ്മൂത്ത് കേർവ്ഡ് ലൈൻസ്, ഇമാജിനറി സ്മൂത്ത് കേർവ്ഡ് ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് temperature. Okay,
നമുക്കൊരു ഐസോതേമിൻ്റെ ഒരു മാപ്പ് കാണാം. ഇങ്ങനെയാണ് ഐസോതേംസ് കണക്ട് ഇതൊരു ജാനുവരിയിലെ ഒരു ടെമ്പറേച്ചറാണ്. നമ്മുടെ ഗ്ലോബിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് മാപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വേൾഡ് മാപ്പിൽ ഓഷ്യനിലും ലാൻഡ് മാസിലും അതുപോലെ തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിലും സൗത്തേൺ ഹെമിസ്ഫിയറിലും എല്ലാ സ്ഥലത്തും നമ്മൾ ആ സ്ഥലത്തിൻ്റെ ടെമ്പറേച്ചർ മാർക്ക് ചെയ്യുന്നു. ആ ടെമ്പറേച്ചർ ഒരേ ടെമ്പറേച്ചറുള്ളതിനെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നു. നോക്കിക്കേ, 24, 24, 24. അപ്പോൾ 24നെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വരച്ചു. 23യെ കണക്ട് ചെയ്തുകൊണ്ട് വരച്ചു. 8 ഡിഗ്രിയെ കണക്ട് ചെയ്തുകൊണ്ട് വരച്ചു. 4 ഡിഗ്രിയെ കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ 4 ഡിഗ്രി ഉള്ളവരെല്ലാം മാർക്ക് ചെയ്യുന്നു, വരയ്ക്കുന്നു. ഓക്കെ, അത് നോർത്തേൺ ഹെമിസ്ഫിയറിലും അങ്ങനെയുള്ള ഐസോതേംസ് നിങ്ങൾക്ക് കാണാം. സൗത്തേൺ ഹെമിസ്ഫിയറിലും ഐസോതേംസ് കാണാം. ഇനി നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഐസോതേംസ് ഒക്കെ കുറച്ച് ബെൻഡ് ചെയ്തതാണ്, അല്ലെങ്കിൽ അത്ര പാരലല്ല. നമ്മുടെ ലാറ്റിറ്റ്യൂഡുകൾക്ക് പാരലല്ല, കുറേയേറെ കേർവ്ഡ് ആണ്, അതുപോലെ തന്നെ ബെൻഡിങ് ഉണ്ട്. എന്നാൽ നിങ്ങൾ സൗത്തേൺ ഹെമിസ്ഫിയറിലേക്ക് നോക്കിയേ. സൗത്ത് എവിടെയാണ്? താഴെ. സൗത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മുടെ ഐസോതേംസ് എല്ലാം ഏകദേശം അത് പാരലലാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡുകൾക്ക്. ലാറ്റിറ്റ്യൂഡ് പോലെ തന്നെ അധികം കേർവ്ഡ് അല്ല, അത് കുറച്ച് സ്മൂത്ത് ലൈൻസ് ആണ്. അവ പാരലൽ ടു ലാറ്റിറ്റ്യൂഡ്സ്. കണ്ടല്ലോ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് ബെൻഡ് ചെയ്യുന്നു, സൗത്തേൺ ഹെമിസ്ഫിയറിൽ ഐസോതേംസ് ഒക്കെ പാരലൽ ടു ലാറ്റിറ്റ്യൂഡ്സ്. ഇപ്പോൾ ഇതിൻ്റെ റീസൺ കൂടി നമുക്ക് പഠിക്കണം. അപ്പോൾ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. കമ്പയർഡ് ടു ദ നോർത്തേൺ ഹെമിസ്ഫിയർ, ഐസോതേംസ് ആർ മോർ പാരലൽ ടു ദ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് ബെൻഡ് ചെയ്യുന്നു, സൗത്തേൺ ഹെമിസ്ഫിയറിൽ പാരലൽ ടു ദ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്റിറ്റ്യൂഡുകൾ പോലെ തന്നെ അത് നേരെ കാണപ്പെടുന്നു. വൈ? എന്തുകൊണ്ട്? സൗത്തേൺ ഹെമിസ്ഫിയർ ഈസ് ഡോമിനേറ്റഡ് ബൈ ഓഷ്യൻസ്. സൗത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ ഓഷ്യൻസ് ആണ്, അവിടെ ലാൻഡ് മാസ് വളരെ കുറവാണ്. ഇപ്പം നമുക്കറിയാം, സൗത്ത് അമേരിക്കയുടെ ഒരു ടിപ്പും ആഫ്രിക്കയുടെ ഒരു ടിപ്പും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ ഒരു കുറച്ച് ഭാഗം കഴിഞ്ഞാൽ അവിടെ ലാൻഡ് മാസ് വളരെ കുറവാണ്. ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ഓഷ്യൻസ്. നോക്കിക്കേ, ഓഷ്യനാണ് കൂടുതൽ. അതാണ് അതിൻ്റെ കാരണം. സൗത്തേൺ ഹെമിസ്ഫിയർ ഈസ് ഡോമിനേറ്റഡ് ബൈ ഓഷ്യൻസ്. ഇറ്റ് ഈസ് കവേർഡ് ബൈ വാസ്റ്റ് അൺഇൻറ്ററപ്റ്റഡ് ഓഷ്യൻസ്. അവിടെ വാസ്റ്റ് അൺഇൻറ്ററപ്റ്റഡ് ഓഷ്യൻസ് ആണ്. ഓക്കെ, സോ ബട്ട് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ കണ്ടെയ്ൻസ് മോർ ലാൻഡ് മാസസ്. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് നിങ്ങൾ നോക്കുക, ലാൻഡ് മാസസ് ആണ് കൂടുതലും. അവിടെ കോണ്ടിനെൻറ്റ്സ് എല്ലാം നമുക്ക് കാണാം. ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, എല്ലാ കോണ്ടിനെൻറ്റ്സും നോർത്തേൺ ഹെമിസ്ഫിയറിലുണ്ട്. അതിനിടയിൽ കുറച്ച് ഓഷ്യനും ഉണ്ട്. അപ്പോൾ ഓഷ്യനും ലാൻഡ് മാസും ഉള്ളതുകൊണ്ട് ഓഷ്യനിലെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനും ലാൻഡ് മാസിലെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഐസോതേംസ് ബെൻഡ് ചെയ്യുന്നു, കർവായി മാറുന്നു. നോക്കിക്കേ, നോർത്തേൺ ഹെമിസ്ഫിയർ കണ്ടെയ്ൻസ് മോർ ലാൻഡ് മാസസ്, സോ ദർ ആർ മാസീവ് ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ്, ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ്. മറ്റിടത്ത് ഓഷ്യൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ഇല്ല. സോ ദിസ് ഐസോതേംസ് ആർ smooth parallel to the latitude. But in northern hemisphere there are land masses and ocean, so there are massive temperature contrast between continents and oceans. In northern hemisphere isotherms bend, curve and zigzag പോലെ അല്ലേ, ഇങ്ങനെ ബെൻഡ് ചെയ്തു പോകുന്നു. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ബെൻഡ് ചെയ്തു പോകുന്നു, അവിടെ ഓഷ്യനും ഉണ്ട്, ലാൻഡ് മാസും ഉണ്ട്. സൗത്തേൺ ഹെമിസ്ഫിയറിൽ അത് പാരലൽ ടു ദ ലാറ്റിറ്റ്യൂഡാണ്. കാരണം അവിടെ ഓഷ്യൻ ഡോമിനേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ഓഷ്യൻ ഓൺലി, അൺഇൻറ്ററപ്റ്റഡ് വാസ്റ്റ് ഓഷ്യൻ. മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. ടെമ്പറേച്ചറിൻ്റെ നമ്മൾ ആ ഒരു നമ്മുടെ കാര്യം, അത് ഫാക്ടർ പഠിച്ച് തീർന്നിട്ടില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.